ഇക്ക എന്താ പറഞ്ഞ? നമുക്ക് പിരിയാതാ. ഇക്കാക്കെന്നെ മടുത്തതാ. അതെ, മടുത്തു. എനിക്കൊരു കുഞ്ഞിനെ നിനക്ക് തരാൻ കഴിയൂല. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുമക്കണേ? ഒരു പാഴ്വസ്തു പോലെ. ഒരു പാഴ്വസ്തുവാണ്. അതെ, 15 കൊല്ലായി ചുമക്കാൻ തുടങ്ങിയിട്ട് മടുത്തു എനിക്ക്. നീ പോയിക്കോ നിന്റെ വീട്ടിലേക്ക്. ഞാൻ വെക്ക. ഇനി എന്നെ വിളിക്കരുത് പ്ലീസ്. ഡിവോഴ്സ് നോട്ടീസ് നിന്റെ വീട്ടിലെത്തും. അതിലൊന്നും ഒപ്പിട്ട് തന്ന അത്രയും ഉപകാരം. ഞാൻ വെക്കുക. ഫോൺ വെക്കരുത്. ഞാൻ പറയണ വരെ ഫോൺ വെക്കരുത്. നിങ്ങളിപ്പോ കുറെ പ്രസംഗിച്ചല്ലോ, അതുപോലെ കൊണ്ട് നിങ്ങളോട് കുറെ കാര്യം പറയാനല്ല, ചോദിക്കാൻ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 10-15 കൊല്ലായിട്ട് ചുമക്കണേന്ന്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇന്ന് ചുമക്കാന്. എന്താ ഞാൻ പ്രഗ്നന്റ് ആവില്ല എന്ന് അറിഞ്ഞപ്പോ തന്നെ എന്നെ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാലങ്ങളോട് ഇന്ന് ചുമക്കാന്. അത് നീ ഇങ്ങനൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റൂല? പറയാൻ ശരി, ഞാൻ പറയാം. ഇത്രയും കാലത്തേക്ക് നിങ്ങളെ വീട്ടിലൊരു വേലക്കാരന് വേണമായിരുന്നു. ഞാനാവുമ്പോ പൈസയൊന്നും കൊടുക്കണ്ടല്ല. നിങ്ങളമ്മക്ക് വെള്ളം ചൂടാക്കാനോ അങ്ങനെ പലതിനും. അത് നിങ്ങളിന്റെ മുന്നിൽ നല്ല ഭർത്താവാകാൻ. ഇപ്പൊ എന്നെ പോലെ ഒരു പെണ്ണ് ഈ വീട്ടില് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്നെ വേണ്ടല്ലേ? അതോ അങ്ങേന്റെ കൂടെ നിങ്ങളും കെട്ടുന്നുണ്ടാ? എനിക്കേ എന്റെ പ്രസംഗം കേൾക്കാൻ നേരമില്ല. ഞാൻ വെക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളോട് വെക്കരുത് എന്ന്. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ചുമക്കാണ്. നിങ്ങളല്ല എന്നെ ചുമക്കണത്, ഞാൻ ഞങ്ങളെ ചുമക്കണത്. എനിക്ക് ഉറപ്പുണ്ട്. ഇക്കല്ല പ്രശ്നം ഒരു കുഞ്ഞു ജനിക്കാൻ. ഇങ്ങക്കാണ് പ്രശ്നം. എന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളെന്നെ വെറുക്കണതിലും 1000 മടങ്ങ് ഞങ്ങളെ വെറുക്കുന്നുണ്ട്. അത്രക്ക് വെറുപ്പുകള്. ഞാൻ പോവുകയും കിട്ടും. ഇനി കട്ടുപോകരുത് നിങ്ങളെന്റെ മുന്നിൽ. ഇനി ഒരിക്കലും നിങ്ങളെന്റെ മുന്നിൽ കട്ടുപോകരുത്. അറുപ്പാണ് നിങ്ങളോട്. ഈ ജന്മത്തിൽ ഞാൻ വെറുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മനുഷ്യനില്ല. സത്യന്റെ കളി. അല്ലേ, ഈ പെണ്ണിതിപ്പോ എവിടെ പോയി കെടുക്കാണ്? മഴയാണ് ആ കുത്തനെ വരുന്നത്. വിറകുകളാണെങ്കിൽ ഇമ്മരത്ത് കെടുക്കാണ്. അതൊന്ന് വിറകരെ കയറ്റാന്. എടി ജംഷി, അല്ലേ ഇജിവിടെ റൂമിലും സുഖിച്ചിരിക്കാണ്. മഴയാണ് ആ വരുന്നത്. ആ വിറകൊക്കെ എടുത്തുകൊണ്ട് ആ വിറക് പോരെ കയറ്റി. ഇതാ ഇപ്പൊ നന്നായത്. ഇജിപ്പിന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടുത്തെ ജോലിന്ന് പിരിച്ചു വിട്ട് നിങ്ങളെ മോനിന്നെ? എന്താടി ജി പിച്ചും പൈയും പറയണത്? നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങളെ മോന്റെ ഭാര്യ പതിവിൽ നിന്ന് പിരിച്ചു വിട്ട്. നിങ്ങളെ മോൻക്ക് ഇനി എന്റെ സേവനം വേണ്ട പോലും. സന്തോഷായില്ല നിങ്ങക്ക്? ഇതായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചത്? ഇപ്പൊ സന്തോഷായില്ല നിങ്ങക്ക്? എന്റെ ജീവിതം തകർത്തപ്പോ നല്ല സന്തോഷായില്ല?
അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നാ? എന്താ ഉമ്മ? ആവേ ഇവളിത് എന്തൊക്കെയോ പറയണ്, ജീവിതം തകർത്തൂന്നോ അങ്ങനെ എന്തൊക്കെ. എന്താ ഇത്ത, എന്താ പറ്റി? ഇനി എന്ത് പറ്റാനാടാ? ഇത്താക്കെല്ലാം നഷ്ടപ്പെട്ടില്ല. എന്റെ ഇക്കാക്ക് ഇത്തരഞ്ഞു വേണ്ടത്ര, ഇത്തരം ചുമക്കാഞ്ഞു കഴിഞ്ഞത്ര എന്റെ ഇക്കാക്ക്. ഉമ്മ എന്തൊക്കെയാ ഈ കേൾക്കണേ? ആവോ ഇക്കെങ്ങനെ അറിയാനാണ്? പിന്നെ ഇപ്പൊ എന്റെ ഇക്കാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞമ്മക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരും പിടിച്ചു നിർത്തണ്ട എന്നെ ഇവിടുന്ന്. ഞാൻ പൊയ്ക്കോളാം, ആർക്കൊരു ശല്യാവാതെ ഞാൻ പൊയ്ക്കോളാം ഇവിടുന്ന്. ഇന്നാരും പിടിച്ചു നിർത്തണ്ട. ഇങ്ങക്കും ഇങ്ങളെ മോനക്കും ആർക്കൊരു ശല്യാവാതെ ഞാൻ പൊയ്ക്കോളാം ഇവിടുന്ന്. പൊയ്ക്കോളാം. ആ ഇതാ ഇപ്പൊ നന്നായത്. ഇന്റെ മോൻക്കേ അന്നെ വേണ്ടെങ്കിലേ ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ എന്തിനാ അന്നെ? ചെലപ്പോ തമാശക്ക് പറഞ്ഞതാവും. ഇന്ന് കൊറേ കാലായി ചുമക്കണെന്ന് പറയലാണോടോ തമാശ? എന്റെ പെണ്ണിന്റെ ഫോട്ടോ കണ്ടാൽ എന്റെ കല്യാണം മുടങ്ങുമെന്ന് എന്റെ അമ്മ പറഞ്ഞു. 24 മണിക്കൂറും മച്ചിന്ന് വിളിച്ച് നടക്കലാണോടോ തമാശ? ഇതാണോ തമാശ? കഴിയ സൽമാൻ ഈ വീട്ടിൽ നിൽക്കാൻ. ഇങ്ങനെ എല്ലാരും കുത്തുവാക്ക് കേട്ട് കേട്ട് നിൽക്കാൻ വയ്യട. ഇങ്ങനെ എല്ലാവർക്കും ഒരു ശല്യം കത്തിച്ച് നോക്കി നിൽക്കണേ. എന്തിനാടാ ആർക്ക് വേണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കണത്? എന്റെ ഇക്കാക്കിന്നെ വേണ്ട, ഇമ്മാങ്ങിനെ തീരെ കണ്ടോട. ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഇക്കേ എന്നോടൊരു കാര്യം പറയാണ്ട്. ഈ കെട്ടിക്കൊണ്ടിന് പെണ്ണുണ്ടല്ല, ആ പെണ്ണിനെ നീ കൂടെ നിർത്തിക്കോട്ടെ. അവൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും നീ സഹിച്ചാണ്ട്. എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ഇന്നും കൂടെ ഉള്ളല്ലോ ഞാൻ ഈ വീട്ടിൽ. കൂടെ നിർത്തിക്കൊണ്ടിയോളാം. നീ ഇപ്പൊ പോ. നീ കുറച്ചേരം കൂടി റൂമിൽ ഇരിക്കട്ടടാ. ഇന്നും കൂടെ ഉള്ളത് എനിക്ക് വീട്ടിലെ അവകാശം. കുറച്ച് സമയം കൂടി ഞാൻ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയിക്കൊള്ളാം. ഇപ്പൊ പോ. ആവൂ നിന്റെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ബുദ്ധി വെച്ചല്ലോ. ഈ ശല്യം ഇന്നത്തോടെ തലേന്നൊയ്യല്ലോ. സമാധാനായി. എൻ്റെ ഫോൺ അവിടെ, എൻ്റെ കുട്ടിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ മോനെ. ഇമ്മാരെ കുട്ടി ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഇമ്മൊക്കെ അറിഞ്ഞു. അതാ ഓളതവിടെ കിടന്ന് ഇങ്ങനെ കയറ് പൊട്ടിക്കണ്, കുറേ പൂങ്കണ്ണീര് ഒലിക്കുന്നുണ്ട്. സൽമാനോട് എന്തൊക്കെയോ പറഞ്ഞ്. ഇപ്പോഴെങ്കിലും ഉമ്മാന്റെ കുട്ടിക്കേ നല്ല ബുദ്ധി വെച്ചല്ല. ഇനി സൽമാന്റെ കൂടെ നല്ലൊരു പെണ്ണിനെ നമുക്ക് ആലോചിക്കാം. ഏതായാലും ഉമ്മ വെക്കാണ്. ഓളഞ്ഞി ഇവിടെ കൂടുതൽ പൊറപ്പിക്കാൻ പറ്റൂല. എന്നാലേ ഞാൻ വെക്കട്ടെ. കുട്ടി പണിയിലാ തോന്നുന്നത്. മോളെ ഈ വീട്ടിൽ സേവനം തീർന്ന് ഞാൻ അങ്ങോട്ട് വന്ന ഉമ്മനെ സ്വീകരിക്കും. ഉമ്മാന്റെ കുട്ടിനെ ഉമ്മ സ്വീകരിക്കാതിരിക്കോ? ആർക്കും ഉമ്മാന്റെ കുട്ടീനെ വേണ്ടെങ്കിൽ വേണം. എൻ്റെ കുട്ടീനെ മോൾ ഇങ്ങോട്ട് പോരി.